ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഇന്ത്യയാണ്, അല്ലെങ്കിൽ ദക്ഷിണേഷ്യയിലെ സൂപ്പർ പവർ ഇന്ത്യയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവും കാണില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തി ഇന്ത്യയാണെന്ന്, സൈനികപരമായും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒരെണ്ണം ഇന്ത്യയാണ്. അതുപോലെ എക്കണോമിസ്റ്റുകളുടെ കണക്കുകൾ പ്രകാരം അടുത്ത 3 വർഷത്തിനകം 2027 ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും. അതായത് ഇന്ത്യക്ക് മുന്നിൽ അമേരിക്കയും ചൈനയും മാത്രമേ കാണുകയുള്ളൂ. അത് സംശയമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ ലോകത്തിൽ ഏറ്റവും അതിവേഗതയിൽ വളരുന്ന സാമ്പത്തിക ശക്തി എന്ന ഖ്യാതിയും ഇന്ത്യക്ക് സ്വന്തമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ദക്ഷിണേഷ്യയിലെ മറ്റ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഇന്ത്യക്ക് ഒരു വലിയേട്ടൻ സ്ഥാനം തന്നിരുന്നു. അല്ലെങ്കിൽ ഈ അവരുടെ വിസിനിറ്റിയിലെ ഏറ്റവും ശക്തമായ രാജ്യം ഇന്ത്യ എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഇന്ത്യയോട് അടുത്ത് അവർ ഇടപഴകിയിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യക്ക് ആ സ്ഥാനം നഷ്ടമായിരിക്കുന്നു. മിക്ക രാജ്യങ്ങളും ഇന്ത്യയെ ശത്രുതയോടെയാണ് കാണുന്നത്. അവർക്ക് ഇന്ത്യക്ക് പഴയ ആ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ മുകളിൽ പുലർത്താൻ കഴിയുന്നില്ല എന്നൊരു പരാതി നമ്മളുടെ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ അതിൽ നമ്മളുടെ ആൾക്കാരുടെ കമൻസുകളിൽ നിന്നും നമുക്ക് അങ്ങനെ ഒരു ധാരണ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടെന്ന് തോന്നിപ്പോ. പക്ഷേ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയുടെ തൊട്ട് അയൽപക്കത്തുള്ള രാജ്യങ്ങൾ മിക്കതും അതിനുശേഷം ആണ് സ്വാതന്ത്ര്യം കിട്ടിയത്, അല്ലെങ്കിൽ ഏതാണ്ട് ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയവരാണ്. ഇപ്പം പാകിസ്ഥാൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്ക് ഒപ്പം സ്വതന്ത്രമായ രാജ്യമാണ്. ഇന്ത്യയിൽ നിന്ന് പാർട്ടീഷൻ ചെയ്ത് ഉണ്ടായ രാജ്യമാണ്. ബംഗ്ലാദേശിനെ 1971 ഈസ്റ്റ് പാകിസ്ഥാനെ ബംഗ്ലാദേശാക്കി മാറ്റുന്നത് ഇന്ത്യയുടെയും കൂടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ 1971 ബംഗ്ലാദേശ് ഉണ്ടാകുന്നത്. അതുപോലെ മറ്റ് രാജ്യങ്ങൾ മിക്കതും ഇന്ത്യക്ക് ശേഷമാണ് അവരുടെ ഒരു എക്സിസ്റ്റൻസ്, ഒരു ഇൻഡിപെൻഡൻസ് ഒക്കെ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ മിക്ക രാജ്യങ്ങളും ഇന്ത്യയെ പോലെ തന്നെ ദരിദ്ര രാജ്യങ്ങളായിരുന്നു. ഇന്ത്യയും ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരുപാട് ദരിദ്ര നാരായണന്മാരുള്ള രാജ്യമായിരുന്നു. ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ആ കൂട്ടത്തിലുണ്ടായിരുന്നു, വളരെ അവികസിതമായ രാജ്യങ്ങൾ. അപ്പോൾ അവർക്ക് അവരുടെ സാമ്പത്തികമായും സൈനികപരമായിട്ടുള്ള സഹായങ്ങൾക്ക് ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ രാജ്യം മാത്രമേ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഏതാണ്ട് ഒരു 3-4 ദശകങ്ങൾ വരെ, 1980 വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ ഇന്ത്യയോട് ഒരു വിധേയത്വം പുലർത്തിയിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ ആ രാജ്യങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും ഇന്ത്യയോട് ഒരു അടിയറവ് പറയുന്ന സമീപനമൊന്നും ഒരു കാലത്തും ഇല്ലായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ രാജ്യങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ കോളനികളായിരുന്നു. അവരതിനുശേഷം സ്വാതന്ത്ര്യം നേടുകയാണ്. ആ സ്വാതന്ത്ര്യം നേടി പരമാധികാര രാജ്യമായി മാറിയ ഒരു രാജ്യവും പിന്നീട് വീണ്ടും ഒരു രാജ്യത്തിന്റെ മുന്നിൽ അവരുടെ പരമാധികാരം അടിയറവ് വയ്ക്കാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അവരങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ ചിന്താഗതിയിൽ എപ്പോഴും ഇന്ത്യ ഒരു ഫാക്ടർ ആയിരുന്നെങ്കിലും ഇന്ത്യയുടെ മുന്നിൽ സമ്പൂർണ്ണമായി അടിയറവ് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ മുന്നിൽ ഒരു സാമന്ത രാജ്യമായി നിലനിൽക്കാൻ ഈ രാജ്യങ്ങൾക്കൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നതായിട്ട് ചരിത്രത്തിൽ എവിടെയും പറയുന്നില്ല. ഇന്ത്യക്ക് പകരം ഒരു ഓൾട്ടർനേറ്റീവ് അവരുടെ മുന്നിൽ ഇല്ലായിരുന്നത് കൊണ്ട് മാത്രമാണ് കുറച്ച് ഇന്ത്യയോട് ബഹുമാനം പുലർത്തുന്ന ഒരു സമീപനം അവർ കാണിച്ചിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ 80കളുടെ അവസാനം അല്ലെങ്കിൽ 90കളുടെ ആദ്യമായപ്പോൾ അവർക്ക് പെട്ടെന്ന് മറ്റൊരു ഓൾട്ടർനേറ്റീവ് കിട്ടുകയാണ്. ലോകത്തിൽ അമേരിക്കയുടെ പോലും മേധാവിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സാമ്പത്തിക ശക്തി, സൈനിക ശക്തി ഉദിച്ചുയരുന്നു. അത് ചൈനയാണ്. ഈ ചൈന ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ തൊട്ടടുത്ത് അവരുടെ അതിർത്തി പങ്കിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ കിടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൈനയ്ക്ക് വ്യക്തമായ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ ഉണ്ടാവുകയും ഇന്ത്യക്ക് ഉള്ള സ്വാധീനം ഇല്ലാതാക്കിക്കൊണ്ട് ദക്ഷിണേഷ്യ മുഴുവൻ ചൈന കടന്നു കയറാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ വളരെ ഫ്രണ്ട്ലി രാജ്യങ്ങളായിരുന്ന ശ്രീലങ്കയിൽ ചൈന കടന്നു കയറുന്നു. അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ, നിക്ഷേപങ്ങൾ നടത്തുന്നു. പാകിസ്ഥാനെ പണ്ടേ ഇന്ത്യക്ക് ഒരു തലവേദന ഉണ്ടാക്കുന്ന രാജ്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ചൈന എല്ലാ സഹായങ്ങളും, അവർക്ക് ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു, അവരുടെ ന്യൂക്ലിയർ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നു, അവരെ സാമ്പത്തികമായി സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും അതിനൊരു കാര്യമുണ്ട്. ദക്ഷിണേഷ്യയിൽ മാത്രമായി ഇന്ത്യയുടെ ശ്രദ്ധ ചുരുക്കിക്കൊണ്ട് ഇന്ത്യയെ വളരാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ചൈന ആ കാര്യത്തെ പുലർത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയും നേപ്പാളുമായിട്ടുള്ള ബന്ധങ്ങളെ ചൈന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധങ്ങളെ ചൈന ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്ത്യയും മാൽദീവ്സുമായിട്ടുള്ള ബന്ധത്തിന് ചൈന തകർക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള ബന്ധം ഹിസ്റ്റോറിക്കൽ റീസൺസ് കൊണ്ട് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പ്രശ്നത്തിലാണ്. അതിൽ ചൈന കൂടുതൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇന്ത്യയെ എങ്ങനെയും ദക്ഷിണേഷ്യക്കകത്ത് തളച്ചിടുക എന്ന ചൈനയുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ എന്തായാലും
ഈ നമ്മളുടെ ചുറ്റിലും കിടക്കുന്ന ശ്രീലങ്ക ആയാലും മാൽദീവ്സ് ആയിരുന്നാലും അതുപോലെ ബംഗ്ലാദേശ് ആയിരുന്നാലും അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയിരുന്നാലും നേപ്പാൾ ആയിരുന്നാലും ഈ രാജ്യങ്ങളെല്ലാം, ഇതിൽ ഭൂട്ടാന്റെ പേര് ഞാൻ പറയാത്തതിന്റെ കാരണം ഞാൻ പിന്നീട് പറയാം, മ്യാൻമറും, ഇവരെല്ലാവരും ചൈനയുടെ ഇൻഫ്ലുവൻസിൽ അവർക്കൊരു റെഡ് കാർപ്പറ്റ് വിരിക്കുകയാണ്. അവർക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് അവരുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ്. എന്നിട്ട് പല രാജ്യങ്ങളും, ഇതിൽ ശ്രീലങ്ക അതുപോലെ മാൽദീവ്സ് പോലുള്ള രാജ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു സമയത്ത് നേപ്പാളും ഒക്കെ ഇന്ത്യക്ക് വളരെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു സമീപനം ചില ഗവൺമെന്റുകൾ അവിടെ അധികാരത്തിൽ വരുമ്പോൾ സ്വീകരിക്കുകയും ചെയ്യണം. എന്നിട്ട് ചൈനയെ വളരെ അനുഭാവപൂർണ്ണം പരിഗണിക്കുകയാണ്. ഇപ്പോൾ പല ഈ പറഞ്ഞ രാജ്യങ്ങളിലുണ്ടായിരുന്ന പല കാലഘട്ടത്തിലുള്ള ഗവൺമെന്റുകളും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, ചൈന ഒരു ഫാക്ടറാണ്. ഇന്ത്യ ഇല്ലെങ്കിലും ചൈനയെ കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളൊരു ധാരണ ഈ രാജ്യങ്ങൾക്ക് വന്നത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നമുക്ക് 90കളിലെ ഇന്ത്യ അല്ലെങ്കിൽ 80കളിലെ ഇന്ത്യ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ളൊരു ഇന്ത്യയായിരുന്നു. ഇന്ത്യയിൽ ഇന്ന് ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ടായിരുന്ന സ്വാധീനമല്ല 80കളിലും 90കളിലും ഒക്കെ ഉണ്ടായിരുന്നത്. ഈ 90കളിലൊക്കെ ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യുക, ഇപ്പൊ ബിൽ ക്ലിന്റൺ പോലുള്ള പ്രസിഡന്റുമാർ ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷം വളരെ ശക്തമായിട്ട് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റുകളെയും പിന്നീട് വന്ന BJP ഗവൺമെന്റുകളെയൊക്കെ വിമർശിക്കുമായിരുന്നു. ഇന്ത്യ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അടിയറവ് പറയുന്നു എന്നുള്ള പേരിൽ. അതുപോലെ അമേരിക്കയിൽ നിന്നുള്ള ഏതെങ്കിലുമൊക്കെ കമ്പനികൾ ഇന്ത്യയിൽ വിദേശ നിക്ഷേപമായിട്ട് വന്ന് അവരിവിടെ നിക്ഷേപം നടത്തിയാലും ഇതേ ആരോപണം അന്നത്തെ ഇടതുപക്ഷ പാർട്ടികൾ, അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ്, നരസിംഹറാവു ഗവൺമെന്റിനും മൻമോഹൻ സിംഗ് ഗവൺമെന്റിനും ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ടും വാജ്പേയി ഗവൺമെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമായിരുന്നു. ഇതിന്റെ കാരണം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങൾ അവർക്കുണ്ട്, അവർ ദേശസ്നേഹികളൊക്കെ തന്നെയാണ്. ഒപ്പം തന്നെ അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി, അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു ആന്റി അമേരിക്കൻ ഫീലിംഗ്, അമേരിക്കൻ വിരുദ്ധ ഫീലിംഗ് ഇന്ത്യ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്നത് നല്ലതാണ്. അവർക്ക് സ്വാധീനമുള്ള മേഖലകളെങ്കിലും സ്വാധീനം കൂട്ടാൻ അത് സഹായിക്കും. ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ മാലദ്വീപിലും അതുപോലെ ബംഗ്ലാദേശിലും ഈ ശ്രീലങ്കയിലും ഒക്കെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ സ്വീകരിച്ചിരുന്നത്. അതായത് അവിടെ ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾ പലപ്പോഴും ഇന്ത്യ അനുകൂലികളായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാലദ്വീപിൽ അബ്ദുൾ ഗയൂമിന്റെ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് ഏതാണ്ട് 30ഓളം വർഷം അവിടെ ഭരിച്ച ഒരു ഏകാധിപതിയെ പോലെ ഭരിച്ച ഭരണാധികാരിയാണ് അബ്ദുൾ ഗയൂം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടം തൊട്ട് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടത്. ഇന്ത്യ ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത്. അതുപോലെ ശ്രീലങ്കയിൽ മിക്കവാറും എല്ലാ കാലഘട്ടത്തിലും അവർ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ ഇന്ത്യയുടെ അനുകൂല സമീപനമായിരുന്നു. അപ്പോൾ ഇന്ത്യ ഞാൻ പറഞ്ഞു ബിഗ് ബ്രദർ ആയിരുന്ന ഒരു സമയത്ത് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ഭയങ്കര ശക്തിമത്തായ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തിയായിട്ടൊക്കെ വളർന്ന ഇപ്പോഴാണ്, പക്ഷെ പണ്ടും സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ശക്തിമത്തായ രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ ഈ അമേരിക്ക ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്താൻ വരുമ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ ആന്റി അമേരിക്കൻ ഫീലിംഗ് വളർത്തിയിട്ട് അവരുടെ സ്വാധീനം കൂട്ടാൻ ശ്രമിക്കുന്നത് പോലെ ഇന്ത്യയുടെ നിക്ഷേപവും ഇന്ത്യയുടെ സ്വാധീനവും ഒക്കെ ഈ പറഞ്ഞ ശ്രീലങ്കയിലും മാലദ്വീപിലും ഒക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ ബംഗ്ലാദേശിലും ഒക്കെ കൂടുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പറയും, ഇന്ത്യ എന്ന് പറയുന്ന സാമ്രാജ്യത്വ ശക്തി ദക്ഷിണേഷ്യയില, അവരിതാ പ്രത്യേകിച്ച് ചില രാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന മുസ്ലിം രാജ്യങ്ങളോടാണ്. അപ്പോൾ അവർ ഇന്ത്യ ഒരു ഹിന്ദു മെജോറിറ്റി രാജ്യമാണ്. അപ്പം ഹിന്ദു മെജോറിറ്റി രാജ്യമായിട്ടുള്ള ഈ പറഞ്ഞ ഇത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ടുള്ള ഈ പറഞ്ഞ ഈ ഒരു സാമ്രാജ്യത്വ ശക്തി ഞങ്ങളുടെ രാജ്യത്ത് വരുന്നു. ആ രാജ്യത്തിന് പതുക്കെ നമ്മളുടെ പരമാധികാരം ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നവർ അടിയറവ് വയ്ക്കുകയാണ് എന്നൊരു പ്രചരണവും കഴിച്ചുവിടും. മാലദ്വീപിലും അതാണ് നടന്നത്. ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ ബീഗം ഖാലിദാസിയുടെ BNPയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഒരു സമയത്ത് അവിടെ ചെയ്തുകൊണ്ടിരുന്നതും അതാണ്. ശ്രീലങ്കയിൽ മഹീന്ദ രാജപക്സ എന്ന് പറഞ്ഞ ഈ ഇടയ്ക്ക് അവിടെ നിന്ന് രാജ്യം വിട്ട് ഓടിയേണ്ടി വന്ന ഒരു ഭരണാധികാരിയുണ്ട് 2022 അദ്ദേഹത്തിന്റെ പാർട്ടി അവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് അവരെല്ലാവരും ചൈനയെ അവരെ രാജ്യത്ത് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആന്റി ഇന്ത്യ ഫീലിംഗ് വളർത്തുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഒരു വിഭാഗം പാർട്ടികളിലും ആന്റി ഇന്ത്യ ഫീലിംഗ് വളർത്തുന്നത് അവിടുത്തെ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യ അവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് ഇന്ത്യയെ വെറുപ്പിച്ചാലും പ്രശ്നമില്ല, ചൈന എന്ന് പറയുന്ന രണ്ടാമതൊരു ഓപ്ഷനും കൂടെ അവരെ മുന്നിൽ കിടക്കുകയാണ്. അപ്പം ഇത്തരത്തിലാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം ദക്ഷിണേഷ്യയിൽ പല രാജ്യങ്ങളിലും വന്ന്. പക്ഷെ എന്ന് കരുതി ഇന്ത്യയുടെ എല്ലാ സാധ്യതകളും അവിടെ അടയുന്നില്ല. ഇനി ഞാൻ മറ്റു ചില കാര്യങ്ങളിലേക്ക് പോവാം. ഈ ചൈന ശ്രീലങ്കയിൽ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ നിന്ന് രാജ്യം വിട്ട് ഓടിപ്പോവേണ്ടി വന്ന മഹീന്ദ രാജപക്സ അവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയെ വിട്ടിട്ട് ശ്രീലങ്കയിലേക്ക് ചൈനയുടെ സാമ്പത്തിക പദ്ധതികളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുകയാണ്. അതിന് ഒരു ഉദാഹരണമാണ് ഹംബൻടോട്ട എന്ന് പറയുന്ന ഒരു പോർട്ട്. ഈ ചൈനയുടെ ആ ഒരു പ്രോജക്റ്റിനെ ഇന്ത്യ ഭയങ്കര ശക്തമായിട്ട് എതിർത്തിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ തൊട്ടടുത്താണ് ഈ ഹംബൻടോട്ട പ്രോജക്റ്റ്, ആ പോർട്ട് വരുന്നത്, ആ ഒരു തുറമുഖം വരുന്നത്. അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്.
ചൈനയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് ഈ പോർട്ട് മുഖേന അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് നടത്തരുത്, അങ്ങനെ ഒരു പ്രോജക്റ്റ് ചൈനയ്ക്ക് കൊടുക്കരുതെന്ന് ഇന്ത്യ ശ്രീലങ്കയോട് ആവശ്യപ്പെട്ടു പോലും കേൾക്കാതെയാണ് മഹിന്ദ രാജപക്സെയുടെ ഗവൺമെന്റ് ഈ ഹമ്പൻടോട്ട പ്രോജക്റ്റ് ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം നഗരമായ, അദ്ദേഹം ജനിച്ചു വളർന്ന നഗരമായ മട്ടാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, MATTALA, മട്ടാല. ഈ മട്ടാല എന്ന് പറയുന്ന നഗരത്തിലും ഒരു എയർപോർട്ടും ഈ ചൈനയുടെ സഹായത്തിലൂടെ അവിടെ സ്ഥാപിക്കുകയാണ്. ഇനി ഇതേപോലെ മാലദ്വീപിലും ഒരുപാട് നിക്ഷേപ പദ്ധതികൾ ചൈന കൊണ്ടുവരുമെന്ന് അവിടുത്തെ ഗവൺമെന്റുകൾക്ക് വാഗ്ദാനം കൊടുക്കുകയാണ്. ഇതുപോലെ പാകിസ്ഥാനിൽ ഈ ചൈനയുടെ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ട്, BRI എന്ന് പറയുന്നത്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയും. പുരാതന കാലഘട്ടത്തിലെ സിൽക്ക് റോഡ് പദ്ധതിയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ചൈനയുടെ പദ്ധതിയാണ് BRI, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. ഇതിന്റെ ഭാഗമായിട്ട് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അവർ പ്രഖ്യാപിക്കുകയാണ്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കോടികളുടെ ഒരു പ്രോജക്റ്റാണ്. ചൈനയിലെ സിൻജിയാങ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് പാകിസ്ഥാനിലെ ഗ്വാദർ എന്ന് പറയുന്ന പ്രദേശം വരെയുള്ള ഒരു സാമ്പത്തിക ഇടനാഴി. ഇതെല്ലാം നമ്മളുടെ അയൽ രാജ്യങ്ങളിൽ ചൈന നടപ്പാക്കിയ പദ്ധതികളാണ്. ശ്രീലങ്കയിൽ മട്ടാല എയർപോർട്ട്, ഹമ്പൻടോട്ട പോർട്ട്. പാകിസ്ഥാനിൽ ഗ്വാദർ പോർട്ട് വരെ നീളുന്ന സിൻജിയാങ്ങിൽ നിന്ന്, അവരുടെ ചൈനയുടെ സിൻജിയാങ്ങിൽ നിന്ന് ഗ്വാദർ പോർട്ട് വരെ നീളുന്ന ഒരു സാമ്പത്തിക ഇടനാഴി. അതുപോലെ മാലദ്വീപിൽ കുറെ പദ്ധതികൾ അവർ അനൗൺസ് ചെയ്തു. ബംഗ്ലാദേശിൽ അവരുടേതായ പദ്ധതികളുണ്ട്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ശ്രീലങ്കയിൽ ഈ ഇടയ്ക്ക് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കോവിഡ് വന്നപ്പോൾ അവിടുത്തെ ടൂറിസം ഭയങ്കരമായിട്ട് അഫക്റ്റ് ആയി. അവിടെ ടൂറിസമാണ് അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം നടന്ന്. രണ്ടാമതായിട്ട് അവിടെ ഈസ്റ്ററിൽ ഒരു ബോംബിംഗ് നടന്നു പള്ളികളിൽ, ക്രിസ്ത്യൻ ചർച്ചുകളിൽ. ആ ബോംബിംഗ് മൂലം ഈ യൂറോപ്യൻസ് ഒന്നും അങ്ങോട്ട് വരാതായ കാര്യം, അവിടെ സേഫ്റ്റി ഇല്ല എന്നൊരു പേടി, അത് അവരുടെ ടൂറിസത്തിനെ ബാധിച്ചു. പിന്നെ അവിടെ തേയിലയാണ് അവരുടെ ഏറ്റവും വലിയൊരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ തേയില എക്സ്പോർട്ട് ഈ കോവിഡ് കാലഘട്ടത്തിൽ നടക്കാതായി, അതും ബാധിച്ചു. പക്ഷെ ഇതൊന്നും അല്ലാതെ വലിയൊരു കെണി അവർക്ക് ഉണ്ടായി. അതിനെ പറഞ്ഞ ചൈനയുടെ കടക്കെണി എന്നാണ്, ചൈനീസ് ഡെറ്റ് ട്രാപ്പ് എന്ന് ഇംഗ്ലീഷ് പറയും. ചൈന എന്താണ് ചെയ്യുന്നത് അറിയാമോ? ഈ ഹമ്പൻടോട്ട പ്രൊജക്റ്റും മട്ടാല എയർപോർട്ടും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവിടെ നിർമ്മിച്ചെന്ന്. ഇത് ഭയങ്കര വലിയ എമൗണ്ട് ശ്രീലങ്കയ്ക്ക് കടം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് ഭയങ്കര പലിശയും മേടിക്കും. ജപ്പാൻ എന്ന പോലെ, ജപ്പാനൊക്കെ പല രാജ്യങ്ങളിലും, ഇന്ത്യയിൽ ഉൾപ്പെടെ, ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ട് അഹമ്മദാബാദിനും മുംബൈക്ക് ഇടയിൽ വരികയാണ്. അതിന് കേവലം 1% പലിശയ്ക്കാണ് അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട്, ഏതാണ്ട് 1 ലക്ഷം കോടിയോളം വരും എമൗണ്ട്, അത് ജപ്പാൻ ഇന്ത്യക്ക് കടം തരുന്നത്. മറ്റിടത്ത് അങ്ങനെയല്ല, വലിയ പലിശയിലാണ് ഈ പറഞ്ഞ പ്രോജക്റ്റുകളെല്ലാം പാകിസ്ഥാനിലും മാലദ്വീപിലും ശ്രീലങ്കയിലും ഒക്കെ ഈ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മട്ടാല എയർപോർട്ടും ഹമ്പൻടോട്ട പോർട്ടും നിർമ്മിച്ചു. വർഷം തോറും കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടി രൂപ ഈ ശ്രീലങ്ക ആർക്ക് കൊടുക്കണം? ചൈനയ്ക്ക് കൊടുക്കണം. ഇതിന്റെ പലിശയും മുതലും തിരിച്ചു കൊടുക്കണം വർഷം തോറും. പാകിസ്ഥാൻകാരും ഈ ഗ്വാദർ പോർട്ട്, അവിടെ ഈ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഗ്വാദർ പോർട്ട് ഉണ്ടാക്കിയ, അതിന്റെ പൈസ എങ്ങോട്ട് കൊടുക്കണം? ചൈനയ്ക്ക് കൊടുക്കണം. ചൈനയല്ലേ പൈസ ഇറക്കിയത്, അപ്പൊ തിരിച്ചു കൊടുക്കണ്ടേ? പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്വാദർ പോർട്ടിൽ ഇപ്പം ഷിപ്പുകളൊന്നും വരാറില്ല. പ്രത്യേകിച്ച് അതിനടുത്ത് ഭയങ്കര വലിയ വേറൊരു പോർട്ട് വന്നിരിക്കുകയാണ്, ചബഹാർ എന്ന് പറഞ്ഞ ഇറാനിലെ പോർട്ട്. അത് ഇന്ത്യയും കൂടെ ചേർന്നാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ഈ പോർട്ടും കൂടെ ഫുള്ളി ഓപ്പറേഷണലൈസ് ആകുമ്പോൾ, അത് ഉപയോഗത്തിൽ വരുമ്പോൾ ഈ പറഞ്ഞ പാകിസ്ഥാനിലെ ഗ്വാദർ പോർട്ടിൽ ഇപ്പൊ വരുന്ന ഷിപ്പുകൾ വരാതാവും. അപ്പൊ അത് സാമ്പത്തികമായിട്ട് വയബിൾ അല്ലാത്തൊരു പോർട്ടായിട്ട് മാറി. അപ്പം ഈ പോർട്ട് ഒരു വെള്ളാനയായിട്ട് മാറിയാണ്. അപ്പം പൈസ തിരിച്ചു കൊടുക്കുകയും വേണം, പക്ഷെ തിരിച്ചു കൊടുക്കാനുള്ള വരുമാനം ഈ പോർട്ടിൽ നിന്ന് വരുന്നില്ല. ഇത് തന്നെയാണ് ശ്രീലങ്കയിൽ സംഭവിച്ചത്. ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട പോർട്ട്, ഈ പറഞ്ഞ നമ്മളുടെ വിഴിഞ്ഞ പോർട്ട് കൂടെയൊക്കെ നിലവിൽ വന്ന് ചബഹാർ പോർട്ടും എല്ലാം നിലവിൽ വരുമ്പം ഇപ്പോൾ ഉള്ള ഉപയോഗം പോലും ഇല്ലാതാവും. ഇപ്പം തന്നെ അവിടെ ഷിപ്പുകളൊന്നും അടുക്കുന്നില്ല. രണ്ടാമതായിട്ട് ആ മറ്റാല എയർപോർട്ട്, ഈ മറ്റാല എയർപോർട്ടും ഇതുപോലെ വലിയ വരുമാനം ഒന്നും ജനറേറ്റ് ചെയ്യാത്ത ഒരു എയർപോർട്ടായിട്ട് മാറി. പക്ഷേ വരുമാനം ഇല്ലെങ്കിലും, ഈ വരുമാനം വരുന്നുള്ള പ്രതീക്ഷയിൽ അതെല്ലാം ചെയ്തത്, അത് ഇന്ന് പൈസ ചൈനയ്ക്ക് തിരിച്ചു കൊടുക്കാതെ, വരുമാനം ഇല്ലെങ്കിലും ചൈനയ്ക്ക് പൈസ തിരിച്ചു കൊടുത്തേ പറ്റൂ. അപ്പൊ ഈ കടമൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വൻ പ്രതിസന്ധിയിൽ ശ്രീലങ്ക ആവുകയാണ്, പാകിസ്ഥാനും ആവുകയാണ്. അപ്പൊ ഈ കടക്കണിയിൽ നിന്ന് പെട്ടെന്ന് കടക്കണിയിലാവുന്നു. ശ്രീലങ്കയുടെ കാര്യമാണ് കൂടുതൽ ക്രൈസിസിലേക്ക് പോകുന്നത്. അവർക്ക് ഇറക്കുമതി ചെയ്യാനുള്ള പൈസയോ ഒന്നും അവരുടെ കയ്യിലില്ലാതാവുന്നു. അപ്പം ഇന്ത്യ ഇത് കണ്ട്, ഇന്ത്യയുടെ തൊട്ട അയൽവക്കത്ത് ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ, പെട്ടെന്ന് ബില്യൺസ് ഓഫ് ഡോളർ ശ്രീലങ്കയ്ക്ക് കൊടുത്ത് സഹായിക്കുകയാണ്. $3 ബില്യൺ ഇന്ത്യ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് ഏതാണ്ട് 25,000 കോടി രൂപയിൽ കൂടുതൽ ശ്രീലങ്കയ്ക്ക്. അതുപോലെ ശ്രീലങ്കയ്ക്ക് IMF നിന്ന് അപ്പോൾ കടമെടുക്കേണ്ടി വന്നു. IMF ആണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ രാജ്യങ്ങളെ സഹായിക്കുന്ന ലോക ബാങ്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ IMF നിന്ന് കടമെടുക്കണം, അതിന് ഗ്യാരണ്ടി കൊടുക്കണം ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ. അതിന് ഗ്യാരണ്ടി കൊടുക്കാൻ മുൻപന്തിയിൽ നിന്നത് ഇന്ത്യയും ജപ്പാനും ഫ്രാൻസുമാണ്. അപ്പോഴും ഈ കടക്കണിയിൽ ഈ ശ്രീലങ്കയെ ആക്കിയ ചൈന വലുതായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല.
ഇന്ത്യയൊക്കെ റെസ്പോണ്ട് ചെയ്ത് ഇത്രയൊക്കെ സഹായം കൊടുത്തതിന് ശേഷം ചെറിയ ചില സഹായങ്ങളുമായിട്ടാണ് ചൈന വരുന്നത് ശ്രീലങ്കയുടെ അടുത്ത്. അപ്പോൾ ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് മനസ്സിലായി യഥാർത്ഥ സുഹൃത്ത് ആരാണെന്ന്. ഇനിയും നാളെ ഇപ്പോൾ അവിടെ ശ്രീലങ്കയിൽ പ്രസിഡന്റ് ഇലക്ഷൻ വരാൻ പോയാണ്. നാളെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മാറി, ഇപ്പൊ റാനിൽ വിക്രമസിംഗെയാണ് അവിടുത്തെ പ്രസിഡന്റ്. അടുത്ത പ്രസിഡന്റായിട്ട് ഈ പറഞ്ഞ മഹിന്ദ രാജപക്സെയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്ന പഴയ സമീപനം വീണ്ടും തുടരുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ശ്രീലങ്കയിലെ പൊതുജനം മനസ്സിലാക്കി കഴിഞ്ഞ യഥാർത്ഥ സുഹൃത്ത് ആരാണെന്ന്. അവരിപ്പോൾ അവർക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ യഥാർത്ഥ മിത്രമാർ യഥാർത്ഥ ശത്രു എന്ന് മനസ്സിലാവുന്ന അവർ മനസ്സിലാക്കി. പാകിസ്ഥാൻ ഇത് മനസ്സിലായാലും അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? പാകിസ്ഥാൻ ചരിത്രപരമായിട്ട് ഇന്ത്യയുടെ ശത്രുത പുലർത്തുന്ന രാജ്യമാണ്. അതിന് കാശ്മീർ വിഷയം ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ മറ്റു ചില കാരണങ്ങളുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാന കാരണം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന അവിടുത്തെ പൊളിറ്റീഷ്യൻസ് അല്ല, അവിടുത്തെ ഏറ്റവും വലിയ ശക്തി പട്ടാളമാണ്. പട്ടാളം എപ്പോഴും ഇന്ത്യ വിരുദ്ധ വികാരം വളർത്തിയെടുത്തിട്ടാണ് അവരുടെ ഇൻഫ്ലുവൻസ് അവിടുത്തെ പൊതുജനങ്ങളുടെ ഇടയിൽ നിലനിർത്തുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി ലാഹോർ ബസ് യാത്രയൊക്കെ നടത്തിയാണ്. അന്ന് നവാസ് ഷെരീഫാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി. പക്ഷേ ആ ലാഹോർ ബസ് യാത്ര വഴി ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം സുദൃഢമാവുമെന്നും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ ഇടയിൽ കൂടുതൽ സമാധാനം ഉണ്ടാകുമെന്നും മനസ്സിലായപ്പോൾ അവിടുത്തെ പട്ടാളം ചെയ്ത, അന്ന് പർവേസ് മുഷറഫാണ് അവിടുത്തെ പട്ടാള മേധാവി, അവർ ചെയ്ത പരിപാടിയാണ് കാർഗിലേക്കുള്ള നുഴഞ്ഞുകയറ്റം. അങ്ങനെ ആ എല്ലാ സമാധാന ശ്രമങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് ആ കാർഗിലിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണ്. അതോടെ ഇന്ത്യ വീണ്ടും ശത്രുതയുടെ പാതയിലേക്ക് പോവുകയാണ് പാകിസ്ഥാനുമായിട്ട്. എന്നിട്ട് പർവേസ് മുഷറഫ് അവിടുത്തെ അധികാരവും പിടിച്ചെടുക്കുന്നു. അതിനുശേഷമുള്ള കാലഘട്ടം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഏതെങ്കിലും രീതിയിൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് പാകിസ്ഥാനിലെ ഒന്നുകിൽ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടുള്ള ഈ ഭീകരര് ഇന്ത്യയിലൊരു ഭീകരാക്രമണം കാശ്മീരിലോ പഞ്ചാബിലോ എവിടെയെങ്കിലും നടത്തും. അതല്ലെങ്കിൽ പട്ടാളം എന്തെങ്കിലും ക്രോസ് ബോർഡർ നുഴഞ്ഞുകയറ്റമൊക്കെ നടത്തി ആ സമാധാന ശ്രമങ്ങൾ അട്ടിമറിക്കും. അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനുള്ള ബന്ധം ഒരിക്കലും മെച്ചപ്പെട്ടില്ല. കാരണം ഈ പട്ടാളം അവിടുത്തെ അതീശ ശക്തിയായിട്ട് തുടരുന്നിടത്തോളം കാലം. ഇനി മറ്റൊരു രാജ്യം ഭൂട്ടാൻ ഇന്ത്യയുമായിട്ട് ഒരു കാലത്തും ഒരു രീതിയിലും മോശം ആയിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യാത്തൊരു രാജ്യമാണ്. ഇന്ത്യക്ക് എല്ലാ കാലത്തും ഇന്ത്യയുടെ കൂടെ നിന്ന് ഇന്ത്യയുടെ അതിർത്തി രാജ്യം തീർച്ചയായിട്ടും ഭൂട്ടാനാണ്. അത് ഇന്നും അങ്ങനെയാണ്. ഇടയ്ക്ക് വെച്ച് ഡോക്ലം എന്ന് പറയുന്ന ഭൂട്ടാന്റെ ഒരു പ്രദേശം, ഡോക്ലം എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ആ ഡോക്ലം അത് ചൈനയുടേതാണെന്ന് പറഞ്ഞ് ചൈന അവിടെ കയ്യേറാൻ വന്നപ്പോൾ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ ബേസിൽ ഭൂട്ടാനെതിരെ ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ ഒരു ആക്രമണം ഉണ്ടായാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്ത്യക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ അവർ ചുമതലപ്പെടുത്തിയേക്കുക. അപ്പൊ ഇന്ത്യ ഇതിനെ പ്രതിരോധിച്ചു. അങ്ങനെ ഇന്ത്യ പ്രതിരോധിച്ചതിന്റെ പേരിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഡോക്ലമിൽ ഏതാണ്ട് യുദ്ധം സമാനമായിട്ട് അന്തരീക്ഷം 4-5 വർഷം മുമ്പ് ഉണ്ടാവുകയാണ്. പക്ഷെ അവസാനം ചൈനയ്ക്ക് ഇന്ത്യയുടെ പ്രതിരോധം മൂലം പിന്മാറേണ്ടി വന്നു അവിടെ നിന്ന്. എന്നിട്ട് പതുക്കെ ഇപ്പൊ ഭൂട്ടാനെ അവരുടെ സൈഡിലേക്ക് ആക്കാൻ വേണ്ടി, ഭൂട്ടാൻ പക്ഷെ അങ്ങനെ നിന്ന് കൊടുക്കുന്ന രാജ്യമല്ല. ഇതുവരെയുള്ള 70-75 വർഷത്തെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാഷണൽ ഹിസ്റ്ററിൽ ഒരിക്കൽ പോലും അവരങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പൊ ഭൂട്ടാനുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക ചൈനയുടെ ഒരു തന്ത്രമാണത്. ഇന്ത്യക്ക് ചുറ്റിലുള്ള മറ്റ് രാജ്യങ്ങളെല്ലാവരുമായിട്ടും ഉള്ള അതിർത്തി തർക്കങ്ങൾ ചർച്ചകളിൽ കൂടെ പരിഹരിച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് അവരെ ചൈനയുടെ വശത്തേക്കാക്കും. എന്നിട്ട് ഇന്ത്യയുടെ പ്രതിയോഗികളായിട്ട് മാറ്റുക. അതേസമയത്ത് ഇന്ത്യയോട് മാത്രമുള്ള അതിർത്തി തർക്കം ഒരിക്കലും പരിഹരിക്കത്തില്ല. കാര്യം ഇന്ത്യയെ ഈ അതിർത്തി തർക്കത്തിൽ തളച്ചിടാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അതാണല്ലോ നടക്കുന്നത്. നമ്മളുടെ ലഡാക്കിലെ പ്രദേശങ്ങളിലോ അരുണാചൽ പ്രദേശിലോ ഒക്കെ ചൈന ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങൾ രൂക്ഷമായിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഇതേപോലെ മാൽദീവ്സിൽ ഇപ്പൊ അധികാരത്തിൽ വരാൻ വേണ്ടി മാൽദീവ്സിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായ മുഹമ്മദ് ബൊയ്സു എന്താണ് ചെയ്തത്? ഇതിന് തൊട്ടു മുമ്പുള്ള ഗവൺമെന്റ് പൂർണ്ണമായിട്ടും ഇന്ത്യ അനുകൂല ഗവൺമെന്റ് ആയിരുന്നു. അവര് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള സമീപനങ്ങൾ പുലർത്തുകയും ഇന്ത്യയുടെ കുറെ പ്രൊജക്ടുകളൊക്കെ അവിടെ നടപ്പാക്കാനൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം മാലദ്വീപിന്റെ മുകളിൽ പിടിമുറുക്കുന്നുള്ള പ്രചരണം അഴിച്ചുവിട്ട് അവിടുത്തെ ജനങ്ങളുടെ ഇടയിലുള്ള ദേശീയ വികാരം വളർത്തി അവിടുത്തെ അന്നത്തെ ഇന്ത്യ അനുകൂല ഗവൺമെന്റിന് കഴിഞ്ഞ ഇലക്ഷനിൽ തോപ്പിക്കുകയാണ്. എന്നിട്ട് മുഹമ്മദ് ബൊയ്സു അധികാരത്തിൽ വന്നിട്ട് ഇന്ത്യയിൽ ചുറ്റുകിടക്കുന്ന എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ പുതിയ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാരോ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം വിസിറ്റ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. അങ്ങനെയാണ് അതൊരു നോം ആക്കി വെച്ചേക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യാതെ ആദ്യം ചൈന വിസിറ്റ് ചെയ്തു. എന്നിട്ട് ചൈനയിൽ നിന്ന് എന്തൊക്കെയോ നേടിയെടുക്കാമെന്ന് കരുതി. പക്ഷേ ചൈന ഒന്നും കൊടുത്തില്ല. അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായി ചൈനയോട് നമ്പി നിന്നാൽ ഒരിക്കലും ഒന്നും നേടാൻ പോകുന്നില്ല. ചൈന അവരുടെ കാൽക്കുലേഷൻസ് നടത്തിയപ്പോൾ മാലദ്വീപ് എന്ന് പറഞ്ഞ കുഞ്ഞ് രാജ്യത്ത് കൊണ്ട് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അവർക്ക് അവിടെ നിന്ന് റിട്ടേൺ കിട്ടാൻ പോകില്ല എന്ന് മനസ്സിലായപ്പോൾ ചൈന അവർക്ക് ആദ്യം കൊടുത്ത പ്രോമിസസ് ഇന്ന് പിന്മാറിയാണ്. പതുക്കെ മൈസൂര് മനസ്സിലായി ഇന്ത്യയുടെ അവരുടെ യഥാർത്ഥ മിത്രം എന്ന്. അതുകൊണ്ട് അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 6 മാസം ഇന്ത്യയായിട്ട് ഒരു മോശം പദ്ധതി പോയിട്ട് അദ്ദേഹത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വിടുകയാണ്. ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വിട്ട് ഇന്ത്യയുടെ കാല് പിടിച്ചു. അതിനുശേഷം ഇന്ത്യ കുറെ സാമ്പത്തിക സഹായങ്ങൾ മാലദ്വീപിന് നൽകുന്നു. അതിനുശേഷം മുഹമ്മദ് മൊയ്സ് തന്നെ അദ്ദേഹത്തിന് ഒരു അവസരം ഇന്ത്യ കൊടുക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ വരുമ്പോഴത്തേക്ക് അയൽ രാജ്യങ്ങളെയൊക്കെ ക്ഷണിച്ചു, പാകിസ്ഥാനെ ഒഴിച്ച് മറ്റുള്ള അയൽ രാജ്യങ്ങളെയൊക്കെ ക്ഷണിച്ചു.
മൊയ്സുവിനെ ക്ഷണിച്ചു. മൊയ്സു ഇന്ത്യയിലേക്ക് വന്നു. സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു. അതിനുശേഷം ഇപ്പൊ ജയശങ്കർ അദ്ദേഹം അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ജയശങ്കർ അവിടെ ഇന്ത്യ വിദേശകാര്യമന്ത്രി അവിടെ പോകുന്നു. മാലദ്വീപ്സുമായിട്ട് ഉള്ള ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. അദ്ദേഹം അവിടെ ഉള്ള സമയത്ത് മുഹമ്മദ് മൊയ്സു നമ്മളുടെ ട്വിറ്റർ, ഇപ്പോഴത്തെ എക്സ്, അതിൽ കുറിച്ചു, ഇന്ത്യയാണ് മാലദ്വീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളി, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം സുദൃഢമാണ്, അത് എല്ലാ കാലത്തും അങ്ങനെ ആയിരിക്കും, ഇന്ത്യയുടെ മാലദ്വീപിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന സഹായങ്ങളെ വിലമതിക്കുന്നു ഞങ്ങൾ എപ്പോഴും എന്ന് പറഞ്ഞ് അദ്ദേഹം എക്സിൽ കുറിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാവരും പതുക്കെ മനസ്സിലാക്കിയാണ് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്ത്യയാണ് ദക്ഷിണേഷ്യയിലെ അവരെ യഥാർത്ഥ പങ്കാളി, അവരുടെ വികസനത്തിലും അവരുടെ പ്രതിസന്ധികളിലും ഒക്കെ കൂടെ നിൽക്കേണ്ട യഥാർത്ഥ പങ്കാളി ഇന്ത്യയാണെന്ന് മാലദ്വീപ് ഇപ്പം മനസ്സിലാക്കി, ശ്രീലങ്ക ഇപ്പം മനസ്സിലാക്കി. ബംഗ്ലാദേശിൽ ഇന്ത്യക്ക് എതിരുള്ള ഒരു ഗവൺമെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇപ്പോൾ ഭരിക്കുന്ന മുഹമ്മദ് യൂനുസ് താൽക്കാലികമായിട്ടാണ് മുഹമ്മദ് യൂനുസ് അവിടെ ഭരിക്കുന്നത്. നാളെ മുഹമ്മദ് യൂനുസ് അവിടെ ഇടക്കാല ഇലക്ഷനൊക്കെ നടത്തിയിട്ട് അവിടെ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാൻ മറ്റു പാർട്ടികൾക്ക് അവസരം കൊടുക്കുമ്പോൾ അവിടെ വരാൻ പോകുന്ന മിക്കവാറും ബീഗം ഖാലിദാസിയുടെ BNPയും അവരുടെ അലയൻസ് പാർട്ട്ണറായിട്ട് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. പക്ഷെ അവർക്കും അവർ ആന്റി ഇന്ത്യ സ്റ്റാൻഡ് പണ്ടത്തെ പോലെ എടുക്കാൻ പറ്റൂല. കാര്യം പണ്ടത്തെ സാഹചര്യം അല്ല ഇന്ന്. കാരണം ഈ പണ്ട് ബംഗ്ലാദേശ് ഒരു അവികസിത രാജ്യമായിരുന്നു, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി എന്നാണ് പറയുന്നത്. ആ സ്റ്റാറ്റസിൽ നിന്ന് ബംഗ്ലാദേശ് മാറി 2015-16 കാലഘട്ടമായപ്പോൾ അവർ വികസ്വര രാജ്യം അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷനായിട്ട് മാറി. അതിന് അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ ഇന്ത്യ അവിടെ നടത്തിയ ഇൻവെസ്റ്റ്മെന്റുകളാണ്. അവിടുത്തെ മിക്കവാറും എല്ലാ മേഖലയിലും ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് നാളെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ പൂർണ്ണമായിട്ടും ഷെയ്ഖ് ഹസീനയെ പോലെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുത്തില്ലെങ്കിലും ഇന്ത്യയെ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. കാരണം അവരുടെ പ്രോജക്റ്റുകൾ പലതും ഇന്ത്യൻ കമ്പനികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കമ്പനികളും ഒരുമിച്ചോടെ പുറത്താക്കിയിട്ട് ആ പ്രോജക്റ്റുകൾ മറ്റൊരു രാജ്യങ്ങളെ ഏൽപ്പിക്കാൻ അത്ര സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിലും ഇന്ത്യക്ക് ഏതാണ്ട് കംഫർട്ടബിൾ ആയിട്ട് തന്നെ പോകുന്ന ഗവൺമെന്റുകളായിരിക്കും അവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത്. പിന്നെ ഇന്ത്യയും കുറേ മിസ്റ്റേക്കുകൾ കാണിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരായിട്ട് ഇന്ത്യയെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. ബംഗ്ലാദേശിൽ ഇന്ത്യ കാണിച്ച മിസ്റ്റേക്കും മാലദ്വീപിൽ ഇന്ത്യ കാണിച്ച മിസ്റ്റേക്കും നയതന്ത്രപരമായിട്ടുള്ള തെറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്, ബംഗ്ലാദേശിൽ എല്ലാ കാലത്തും ഷെയ്ഖ് ഹസീന ഭരിക്കൂലെന്ന് ഇന്ത്യ മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. എന്തൊക്കെയായാലും അവിടെ ഒരു ഭരണമാറ്റം എപ്പോഴെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ പ്രതിപക്ഷമായിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണമായിരുന്നു ഇന്ത്യയുടെ ഡിപ്ലോമസി അല്ലെങ്കിൽ നയതന്ത്രം. അവിടുത്തെ ഖാലിദാസിയ എന്ന് പറഞ്ഞ ലീഡറിനെയും നമ്മൾ കൺസിഡർ ചെയ്യണമായിരുന്നു. അവരെയും നമ്മൾ നല്ല ബന്ധത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇരുട്ടി തപ്പേണ്ടി വരത്തില്ല. ഇതേപോലെ മാലദ്വീപിൽ എല്ലാ കാലത്തും ഇന്ത്യ അനുകൂലമായിട്ടുള്ള ഇബ്രാഹിം മുഹമ്മദ് സോലിഹോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അബ്ദുൾ ഗയൂമോ ഒന്നും ആയിരിക്കില്ല ഭരിക്കുന്നത്. അവിടെ പ്രതിപക്ഷം എന്തെങ്കിലും അധികാരത്തിൽ വരാം. അപ്പോൾ മുഹമ്മദ് മൈസു ഇപ്പോൾ അധികാരത്തിൽ വന്നു. അപ്പോൾ അവരുടെ പാർട്ടിയും ഇന്ത്യ നല്ല ബന്ധത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്നെങ്കിൽ പ്രതിപക്ഷം അധികാരത്തിൽ വരുമ്പോഴും ഇന്ത്യക്ക് അവരുമായിട്ട് നല്ല ബന്ധം വയ്ക്കാൻ പറ്റിയെന്നായിരുന്നു. ഇപ്പം നല്ല ബന്ധത്തിലായി, എന്നാലും ഇടയ്ക്കുണ്ടായിരുന്ന ആദ്യത്തെ കല്ലുകടി ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ശ്രീലങ്കയിൽ ഇത് തന്നെയാണ് നമ്മൾ അനുവർത്തിക്കേണ്ട സമീപനം. എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും മാറി മാറി അധികാരത്തിൽ വരാം. തുടർച്ചയായിട്ട് 10-20 വർഷം ഒരു പാർട്ടി ഭരിച്ചാൽ അവിടെ ഭരണമാറ്റം ഉണ്ടാവും. ഇപ്പം ഇവിടെ നരേന്ദ്രമോദിയുടെ BJP ആണ് ഇപ്പം ഭരിക്കുന്നത്. എന്തായാലും കുറേ വർഷം ഭരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ എത്ര നല്ല ഭരണമാണെങ്കിലും കുറേ ആൾക്കാർ അതിനെതിരെ ഒരു ഗവൺമെന്റിനെതിരെ ചിന്തിക്കുകയും നാളെ ഒരു പ്രതിപക്ഷ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്യും. അത് എല്ലാ രാജ്യത്തിന്റെ അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളുടെ നയതന്ത്രവും ആ രീതിയിൽ നമ്മൾ റീകാലിബ്രേറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗത്ത് ഏഷ്യയിൽ അല്ലെങ്കിൽ ദക്ഷിണേഷ്യയിൽ നല്ല രീതിയിൽ മറ്റ് രാജ്യങ്ങളോടുള്ള ബന്ധം സഹവർത്തിത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവരുടെ വികസനത്തിൽ നമുക്ക് പങ്കാളിയാവാൻ പറ്റും. അവരുടെ തന്ത്രപരമായിട്ടുള്ള പങ്കാളിയെ നമുക്കാവാൻ പറ്റും. അവരുടെ റെസ്പെക്ട് എപ്പോഴും നമുക്ക് കിട്ടും. ഒരു ബിഗ് ബ്രദറായിട്ട്, ഒരു വലിയേട്ടനായിട്ടൊന്നും എല്ലാ രാജ്യങ്ങളും നമ്മളെ കൺസിഡർ ചെയ്യണമെന്നില്ല. കാര്യം എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ സ്വന്തം സ്വത്വമായിരിക്കും ഏറ്റവും പ്രധാന കാര്യം. എല്ലാം പരമാധികാര രാജ്യങ്ങളാണ്. നമുക്ക് ബിഗ് ബ്രദർ ആവിയും വേണ്ട. നമുക്ക് അവരുടെ ഏറ്റവും നല്ലൊരു പങ്കാളിയായാൽ മാത്രം മതി. അതിന് നമ്മൾ ഇപ്പം അതിനുള്ള ശക്തി ഇന്ത്യക്കുണ്ട്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് അടുത്ത 2-3 വർഷം കൊണ്ട് മാറുകയാണ്. നമ്മളുടെ ഈ സാമ്പത്തിക ശക്തി വളരുമ്പം അത് മറ്റു രാജ്യങ്ങൾക്കും അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ മാറി ചിന്തിച്ചാൽ മതി. നമ്മളുടെ നയതന്ത്രം അതനുസരിച്ച് പുതുക്കിപ്പെടുന്നാൽ മാത്രം മതി. ഇന്ത്യ ഏഷ്യയിലെ, സൗത്ത് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ട് ഇനിയും മുന്നോട്ട് നിലനിന്ന് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചൈന ഒരു യാഥാർത്ഥ്യമാണ്. സൗത്ത് ഏഷ്യയിൽ ഇന്ത്യക്കൊപ്പം ചൈനയും, പണ്ടത്തെ പോലെ ഇന്ത്യ മാത്രം ഒരു മേധാവിത്വമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇന്ത്യക്കൊപ്പം ചൈനയും കാണും. പക്ഷേ ചൈനയുടെ തന്ത്രങ്ങളെ തടുത്തു നിർത്തിക്കൊണ്ട് ഈ രാജ്യങ്ങൾ ഓരോന്നിനെയും ചൂഷണം ചെയ്യാനാണ് ചൈന ശ്രമിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അവരുടെ യഥാർത്ഥ പങ്കാളി ഇന്ത്യയാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള നയതന്ത്ര ചാതുര്യം ഇന്ത്യ കാണിച്ചാൽ മാത്രം മതി.